ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി ടീച്ചർ, ഒരു പാരമ്പര്യ വൈദ്യം, INFJ പേഴ്സണാലിറ്റിയും ഇൻഡ്യൂഷനിലൂടെയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അത് മാനവ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും ടെൻഷനാണ്. മഴക്കാലമാണ് വരുന്നത്. മഴക്കാലം രോഗകാലമാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെല്ലാം പരിപാടികളാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. കാന വൃത്തിയാക്കണു, തോടുകൾ വൃത്തിയാക്കണു, വെള്ളം കൊണ്ടുവന്ന് കമത്തിക്കളയണം, എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പനി മാറുന്നില്ല. ഈ ചെളിയിലും അതുപോലെ തന്നെ മണ്ണിലും ചെളിയിലും ഒരു മറയില്ലാണ്ട് ജീവിക്കുന്ന ഈ നാടോടികൾ പണി ഓരോ കനാലിന്റെ തിണ്ടത്തും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ വെറുതെ ഷീറ്റിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഈ പനിയില്ല, ഒരു രോഗമില്ല. അവർ നേരം കൊടുത്ത് സാധാരണ പോലെ ജോലി ചെയ്യണം. നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ, അതാണോ പനി വരുന്നതിന് ഈ കൊതുകാണോ, അല്ലെങ്കിൽ മാലിന്യങ്ങളാണോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണെന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ വെളിപാടുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന ഏത് രോഗമായാലും അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ പുറത്തുനിന്ന് വന്നതല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണെന്നാണ് എനിക്ക് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷ്യവസ്തു 30 പ്രാവശ്യം ചവച്ചരച്ച് ഉമിനീര് പാകാക്കിയിട്ട് കഴിക്കണം എന്നാ പറയും. നമ്മൾ 3 പ്രാവശ്യം പോലും ചവയ്ക്കാണ്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ പോലെ തിന്നു പറഞ്ഞുകൊണ്ട് അവറ്റുകൾ ഒന്ന് ഇറക്കാനായിട്ട് ഒരെണ്ണം ഇറക്കി കഴിയുമ്പോഴേക്കും അടുത്തത് അവർ തിന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞു ഇത്തിരി നേരം കൊടുത്ത് ഭക്ഷണം കഴിക്കണ അതിനടിക്കും, വെന്തിരടി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഭക്ഷണം ചവച്ചിറക്കാണ്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കഫമായിട്ട് മാറുകയാണ്. ആ കഫം ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അടിഞ്ഞുകൂടാം. അതാണ് പണ്ട് കാലത്തൊക്കെ ഈ കഫം പ്രകൃതി തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, അത് മഴക്കാലം ആവുമ്പോൾ വേനൽക്കാലം ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതൊക്കെ ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കും. മഴക്കാലം വരുമ്പോൾ ആ തണുപ്പ് കൊണ്ട് ആ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഈ കഫത്തിനെയൊക്കെ അലിയിക്കും. അപ്പൊ അത് പുറത്തേക്ക് കളയാനായിട്ട് പ്രാണം ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ഈ പനിയും ഈ നീർവീഴ്ചയും ഈ മൂക്കൊലിപ്പും എല്ലാം. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. ഒരു വെറുതെ പാടത്ത് ചെളിയിൽ, അത്രയും ചെളിയിൽ പോയി പണിയെടുത്ത് വന്നാലും ഒരാൾ ഒരു സോപ്പ് ഒഴിച്ചിട്ട്, എൻ്റെ ചെറുപ്പകാലത്തൊന്നും കണ്ടല്ലോ സോപ്പിട്ട് കൈ കഴുകണം തോന്നും. എല്ലാം എന്ത് ചെയ്യും, വെറുതെ വെള്ളം കൊണ്ട് നല്ലോണം കൈ കഴുകി അവർ ഭക്ഷണം കഴിക്കും. ഒരു രോഗവും ഇതുപോലത്തെ ഒരു രോഗം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ചെളി മണ്ണൊന്നുമല്ല കാരണം, നമ്മുടെ ഉള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുണ്ടായ അഴുക്കുകൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് അടിഞ്ഞുകൂടി അത് പുറത്തേക്ക് പോകാനായിട്ട് പ്രാണം ശ്രമിക്കുന്നതാണ്. അപ്പൊ പനി എന്ന് പറയുന്നത് ജഠരാഗ്നി. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് ജഠരാഗ്നി, അഗ്നി നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കും. ആ അഗ്നി ആ സമയത്ത് നമ്മള് എന്ത് ചെയ്യും, ഇപ്പൊ കുഞ്ഞുങ്ങൾക്കായാലും ഒരു സ്പൂൺ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ദഹിപ്പിക്കാനായിട്ടുള്ള ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അഗ്നിയെ ഈ വെള്ളം കൊടുക്കുമ്പോഴത്ത് എന്ത് ചെയ്യണ, അതേ കെടുത്തിക്കളയുക. അപ്പൊ ഭക്ഷണം ദഹനം നടക്കണില്ലേ നമ്മുടെ ശരീരത്തിൽ. അത് തന്നെയാണ് അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഈ ഗ്യാസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ആ കഫത്തെ എന്ത് ചെയ്യും, കണ്ണൊലിച്ചും മൂക്കൊലിച്ചും ചെവി ഒലിച്ചും ചെവി പൊട്ടി ഒലിച്ചും കണ്ണിപ്പിള വന്നും കണ്ണു മൂടിക്കെട്ടിയും അതുപോലെ തന്നെ വയറിളകിയും ഛർദിച്ചും പറ്റാത്തൊരു ഭക്ഷണം കഴിച്ച അപ്പൊ ഛർദിക്കും. ആ ഛർദിച്ച നെഞ്ചിലുള്ള കഫവും ദുഷ്ടമൊക്കെ പോകും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഛർദിക്കാൻ വരുന്നു പറയുമ്പോഴേക്കും മരുന്ന് കഴിച്ചു, വയറിളകാൻ പോകണമെന്ന് പറയുമ്പോൾ മരുന്ന് കഴിച്ചു. ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇപ്പൊ കുഞ്ഞു മക്കളൊക്കെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവും. പല്ല് വരുന്ന സമയത്ത്, നടക്കാൻ പോണ സമയത്ത്, വയസ്സെത്തുന്ന സമയത്ത് ഒക്കെ അതൊക്കെയും ശരീരത്തിന്റെ ക്ലീനിങ് പ്രോസസ്സുകളാണ്. അതിനൊക്കെ നമ്മൾ തടഞ്ഞു. ഇപ്പൊ മെൻസസ്
നിൽക്കാൻ പോണ സമയത്ത് ബ്ലീഡിങ് കുറെ വന്ന് ആ ശരീരത്തിനെ ക്ലീനിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊക്കെ വിഡ്ഢിത്തരം, ടീച്ചർ ഭ്രാന്ത പറയണമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ അനുഭവങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെ ഞാൻ അനുഭവിച്ച് പരീക്ഷണം നടത്തി എൻ്റെ ജീവിതാനുഭവം മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കാം, തള്ളാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളും. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ അതുപോലെ തന്നെ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഫായിട്ട് മാറി. ഇന്ന് നമ്മൾ 3 കൊല്ലം വേണമെങ്കിൽ ഒരു ടീച്ചറുടെ ഭർത്താവ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ട് നെല്ലുത്തരി കഞ്ഞി വെച്ചിട്ട് അതിന് കുറച്ച് കഞ്ഞെള്ളം കുടിച്ചു. ഞാൻ എന്ത് പറഞ്ഞിട്ട് റൈസ് സൂപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് കുടിച്ചു കഴിഞ്ഞിട്ട് ആസ്വദിച്ച് ആള് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ടീച്ചർ എൻ്റെ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കാൻ എനിക്ക് പേടിയാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് വരെയുള്ള ചോറ് ഇതിലുണ്ടാവും. ഭാര്യ ടീച്ചറാണ്. അപ്പം എന്ത് ചെയ്യും, എന്നും ചോറ് തിളപ്പിച്ച് വിട്ടും കുറച്ച് ബാക്കി ഉണ്ടാവും. അത് അതിലേക്കിട്ട് എന്നും ഈ തണുത്ത ചോറ് എത്ര വർഷത്തിൽ ഇതുണ്ടാവില്ല. തമാശയ്ക്ക് പറഞ്ഞതായാൽ പോലും അങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങൾ. നമ്മൾ അതുപോലെ തന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തുവിൽ വൈറസ് കയറിയെന്ന് പറയാം. നമ്മൾ കഴിക്കുന്ന ഇറച്ചിയൊക്കെ എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ രോഗത്തിൻ്റെ പ്രധാന കാരണം. പിന്നെ അതുപോലെ തന്നെ പാല്, ഒരു മൃഗങ്ങളും 3 വയസ്സ് അതിൻ്റെ ആ കുട്ടിയുടെ പാലല്ലാണ്ട് അതിൻ്റെ അമ്മയുടെ പാലല്ലാണ്ട് വേറൊരു പാലും കുടിക്കില്ല. നമ്മൾ 100 വയസ്സായാലും നമ്മൾ ചായയും പാലും കുടിച്ചിട്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാണ്ട് നമ്മൾ കഫായിട്ട് മാറുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ മുട്ട നല്ലതാണെന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾ മുട്ട കഴിച്ചായിരുന്നു. 4 ആൾക്ക് ഒരു മുട്ടയാണ്. മുട്ട കീറിയിട്ടാണ് തരുക ഞങ്ങളുടെ അമ്മയൊക്കെ. അത് ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ പോലും അത് ആരോഗ്യമായിരുന്നു. അത്ര മുട്ട, കാരണം നമ്മളിന്ന് ശരീരം അന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ തിന്നാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ അനങ്ങാണ്ടിരുന്ന് ഇന്നിപ്പോ എല്ലാ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അമ്മമാർക്കും സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് എളുപ്പമാണ്. അവർ മുട്ടയും കൂടെ പരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഈ മുട്ട കഫുണ്ടാക്കും, കഫക്കെട്ട്. നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് സത്യമാണോ അസത്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ തെളിവുകൾ തരാം. എല്ലാത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ പറയുന്നത് എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ, കുഞ്ഞു കുട്ടികൾക്ക് പോലും മുട്ട കൊടുക്കുമ്പോൾ കൊടുക്കാവുന്ന 4 മുട്ടയാണ് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്നും ദഹിക്കണില്ല. പിന്നെ ഈ കുഞ്ഞു മക്കൾക്ക് എന്നും അസുഖം, എന്നും മഴക്കാലം വന്നു കഴിഞ്ഞാൽ അസുഖം കൂടുതലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു മക്കൾക്ക് ശരിക്കും ജനിച്ച് 1 വയസ്സായപ്പോഴേക്കും തിന്നാറാകുമ്പോൾ തുടങ്ങി എന്ത് ചെയ്യും, ഇറച്ചി, മുട്ട, മീനും സകല സാധനങ്ങൾക്ക് വെച്ച് നമ്മൾ ചവച്ചരച്ച് തിന്നാൻ പാകം. മണപ്പല്ല് വന്നാൽ കട്ടിയുള്ള ആഹാരം കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്ക് ദഹനം നടക്കാണ്ട് അതൊക്കെ കഫായിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ അടിഞ്ഞിരിക്കുന്നുണ്ട്. എന്നും കുട്ടികൾക്ക് രോഗം. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് രോഗമായിട്ട് വരുന്നതിന്റെ കാരണം അമ്മമാര് ഗർഭാവസ്ഥയിൽ കഴിച്ച ഭക്ഷണം കഫായിട്ട് മാറിയിട്ട് അത് കുട്ടികളിലേക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ശരീരം ശുദ്ധീകരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ മുരിങ്ങിയ ഒരു സർവ്വരോഗ സംഹാരിണി എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോസ് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്ന കാര്യങ്ങൾ അത് നിങ്ങൾ കേട്ട് നോക്കാം. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അത് കേട്ടിട്ടുള്ള ആൾക്കാർ അത് ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുകയും ചെയ്യാം. ഇനി എങ്ങനെ ആ മുരിങ്ങയിൽ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, എങ്ങനെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്നുള്ളത്. ഇനി പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ടീച്ചറായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ആകെ പനി വന്നിട്ട് ഒരു ദിവസമാണ് എനിക്ക് ലീവ് എടുക്കാം. ഞാൻ ഗർഭിണി, എൻ്റെ മൂത്ത മകനെ പ്രസവിക്കുമ്പോൾ ഞാൻ പ്രകൃതി ചികിത്സയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പാലും 2 മുട്ടയൊക്കെ ഡെയിലി കഴിച്ച്, പക്ഷേ എന്നും ഞാൻ എൻ്റെ കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്നും എനിക്ക് ആ കുട്ടിക്ക് ചുമയും പനിയും, എന്നും ഡോക്ടറെ അടുത്ത് പോക്കാണ്. ഹസ്ബൻഡ് എന്നിട്ട് എന്ത് ചെയ്യുക, തൃശ്ശൂർ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, അവിടുത്തെ പനി വരാണ്ടിരിക്കാനുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കി. പിന്നെ 2ാമത്തെ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ഞാൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ്ട് ഡോക്ടറെ കാണാണ്ട് ഞാൻ പ്രസവിക്കാൻ
ഇരിക്കുമ്പോഴാണ്, പ്രസവത്തിനും പോയതാണ്, ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയത്. അപ്പം ഇന്ന് വിടുവയ്ക്ക് മറ്റായിട്ട് ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ പ്രസവം നടത്തിയത്. അപ്പോൾ ആ അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ കുട്ടികൾക്ക് പനി വന്നാൽ ഞാൻ എന്തായാലും ചേരുന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ശരീരം എങ്ങനെ നെഞ്ചിലെ കഫം കളയാനും മുരിങ്ങ ആ വീഡിയോ കേൾക്കും നിങ്ങൾ. അതിൽ ഒത്തിരി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നാടനായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി കൂടുതൽ കഫക്കെട്ടൊക്കെ എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടി അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ വയറിൽ എന്തെങ്കിലുമൊക്കെ ദഹിക്കാണ്ട് കിടക്കുന്നതാണ് പനിക്കുള്ള ഒരു കാരണം. അപ്പോൾ ആ പനിക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, പനി വന്നാൽ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ആദ്യം ചെയ്യേണ്ടത് ഒന്ന് എനിമെടുക്കലാണ്. മുരിങ്ങ വെള്ളം തിളപ്പിച്ച്, ഞാൻ പറഞ്ഞിട്ട് പച്ചമഞ്ഞളും പിന്നെ മുരിങ്ങയുടെ എണ്ണയും കൂടി തിളപ്പിച്ചിട്ട് ഇതിലൊഴിച്ച് നമ്മുടെ എണ്ണ പുരട്ടി മൂട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മുരിങ്ങയിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വയറ് ശുദ്ധിയാവും. വയറ് ശുദ്ധിയായാൽ തന്നെ പനി അപ്പം തന്നെ പനി താഴും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും ഐസ് വെള്ളം വയ്ക്കുക, ഐസ് വെള്ളം മുക്കിയിട്ട്. പക്ഷേ ആ ഐസ് കൂടി കഴിയുമ്പോൾ അതെന്ത് പറ്റും, നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടാവാനായിട്ട് കാരണമായി തീരും. അപ്പം അതില്ലാണ്ടിരിക്കാനായിട്ട് സാധാരണ വെള്ളത്തിൽ, നമ്മുടെ സാധാരണ തണുപ്പുള്ള വെള്ളത്തിൽ ഒരു തുണി തോർത്തെടുത്തിട്ട് അത് നല്ലപോലെ ഇങ്ങനെ നനച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോൾ അപ്പോൾ നീരുവീഴ്ച വരില്ലേ എന്ന് ചോദിക്കാം. നീരുവീഴ്ച വരാൻ തന്നെയാണ്. നീരിളകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഫക്കെട്ടുണ്ടാവില്ല. നമ്മൾ നീര് ഇളകിപ്പോകാൻ സമ്മതിക്കണില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ പ്രകൃതി നാച്ചുറലായിട്ട് നമ്മളെ ക്ലീൻ ചെയ്യാനായിട്ട് വരുന്ന ഈ ഇതിനെ നമ്മൾ പോകാൻ അനുവദിക്കണില്ല. പനി വരുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ജഠരാഗ്നി എന്ന് പറഞ്ഞ അഗ്നി വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഈ കഫത്തെയൊക്കെ അലിയിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് വരുന്ന ഇതാണ് ഈ പനി. നമ്മുടെ ശുദ്ധീകരണം നടത്താൻ വേണ്ടി ചെയ്യുന്ന പ്രകൃതി ചെയ്യുന്ന നല്ലൊരു അനുഗ്രഹമാണ് പനി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മഴയത്ത് നടക്കുന്ന കുട്ടികൾക്ക് പനിയൊന്നും വരില്ല. ആദ്യമായിട്ടൊന്ന് ഇതാക്കുമ്പോഴാണ് പനി വരലും ചുമ വരലും ഈ കഫമൊക്കെ ഇറങ്ങി പോകാനായിട്ട് ചെയ്യുന്നത്. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പറയും അവിടെ ഒരു കുഴപ്പമില്ല, ഈ നാടിന്റെ കുഴപ്പമാണ്. കാരണം വർഷക്കാലത്തേക്കാണല്ലോ അവിടേക്ക് വരുന്നത്. അവിടെ വേനൽക്കാലത്ത് ഇറങ്ങപ്പോ ഈ കഫമൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി അടിച്ചു പിടിച്ചിരുന്നു. അപ്പൊ ഒരു കുഴപ്പമുണ്ടായില്ല. ഇവിടെ വന്നു ഇവിടുത്തെ തണുപ്പും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഈ തണുപ്പും ഇതൊക്കെ കാരണം കൊണ്ട് എന്ത് പറ്റി, ഈ കഫ അലിയാനായിട്ട് തുടങ്ങിയത്, പുറത്തേക്ക് പോരാൻ തുടങ്ങി. അതാണ് ഇവിടെ വരുമ്പോ എന്നിട്ട് നാടിനെയാണ് പഠിക്കുന്നത്. അത് നാട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. ഈ ശരീരത്തിന്റെ ഉള്ളിലെ ഇതിനും വഴുക്കുകളെ കളയാണ് എന്ന് തിരിച്ചറിവില്ല നമുക്ക്. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ വേറൊരു തുണി എടുക്കുക. ഈ തുണി നല്ലോണം നനച്ച് പിഴിയുക. തോർത്താവുമ്പോൾ വെള്ളം അതിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അത് നനച്ച് നല്ലോണം പിഴിഞ്ഞിട്ട് നമ്മുടെ അടിവയറിലും കെട്ടിക്കൊടുക്കുക. 1/2 മണിക്കൂറിനുള്ളിൽ പനി കുറഞ്ഞിട്ടുണ്ടാവും. പനിക്ക് ഏറ്റവും നല്ല മരുന്ന് പട്ടിണിയാണെന്ന് പറയാം. പനി വരുമ്പോൾ തന്നെ നമുക്കൊരു പനിക്കോടുണ്ടാവും. വായക്കൊരു രുചി ഉണ്ടാവില്ല, ഒരു വായക്കൊരു കയ്പുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റോപ്പ്. നമ്മുടെ ഭക്ഷണം നമ്മൾ നിർത്താനായിട്ട് വേണ്ട, വിശപ്പില്ല, ദാഹമില്ല, ഭക്ഷണം കഴിക്കണ്ട എന്ന് നമ്മുടെ ആത്മശക്തി നമ്മളോട് പറയുന്നതാണ് ആ വായക്കയ്പ്. പിന്നെ തൊണ്ടയിൽ കൂടി അത്രമാത്രം കഫം നമ്മുടെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം പോലും ഇറക്കരുതെന്നും നമ്മൾ പറയും. അപ്പൊ നമുക്ക് എങ്ങനെ ഇനി മരുന്നില്ലാണ്ട് നമ്മൾ അങ്ങനെ ആ പനി മാറാന്നുള്ള വിഷമം വേണ്ട. അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതാണ് ആടലോടകത്തിന്റെ. എല്ലാവരും ചുമയ്ക്കും പനിക്കൊക്കെ പൂർവ്വകാലം കുടുങ്ങിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇത് അധികം ഉപയോഗിക്കേണ്ട ഒന്നോ രണ്ടോ ഇല മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം ഇത് തീഷ്ണ സ്വഭാവമുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിന് അത്ര അധികം അത് ഉപയോഗിക്കേണ്ട 1 2 ഇല മാക്സിമം എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കാരണന്മാരൊക്കെ വെറ്റില മുറുക്കുമായിരുന്നു. വെറ്റില കണ്ടല്ലേ, ഇതാണ് വെറ്റില എന്ന് പറയുന്നത്. വെറ്റില മുറുക്കുമ്പോൾ എന്ത് ചെയ്യും, അതും നല്ല അതിലകത്ത് കാൽസ്യവും അതുപോലെ തന്നെ ഈ കഫ ഇളക്കി കളയാനായിട്ടുള്ള ഇതുകളൊക്കെ മരുന്നൊക്കെ ഇതിലുണ്ടായിരുന്നു. പുകല കൂട്ടുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇത് നല്ലൊരു ആരോഗ്യ ചുണ്ണാമ്പും വെറ്റിലയും അപ്പം കാൽസ്യവും കിട്ടി വിറ്റാമിൻ സിയും എല്ലാ സാധനങ്ങളും അടങ്ങി കിട്ടുന്ന സാധനമാണ് ഇത്. ഇതിനെ കഫ ഇളക്കാനായിട്ട് വളരെയധികം നല്ലൊരു ശക്തിയുള്ള സാധനമാണ്. ഇതിൻ്റെ 1 2 ഇല എടുക്കുക.
പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, ഇതിൻ്റെ പേര് തന്നെ പനിക്കൂർക്കാന്നോ. ഈ പനിക്കൂർക്കയുടെ ഇല കണ്ടിട്ടില്ല എല്ലാവരും, പല സ്ഥലങ്ങളിലും പല പേരായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം കാണിക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേറെ പേരുകളൊക്കെ ആയിരിക്കും പല സ്ഥലങ്ങളിലും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു 2-3 ഇല എടുക്കാം. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് തുളസിയുടെ ഇല. തുളസി പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും. ഇതിൻ്റെ ഒരു 15 ഇലയൊക്കെ എടുക്കാം. പിന്നെ ഇതാണ് പൂവാങ്കുരുന്നില എന്ന് പറഞ്ഞത്. ഏറ്റവും നല്ല സ്ഥാനമാണ് കബളക്കാനായിട്ട്. തലവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പൂവാങ്കുരുന്നില നെറ്റിയിൽ അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനൊക്കെ പൂവാങ്കുരുന്നില തുണിയിൽ, ഞാൻ ആ മുരിങ്ങയുടെ അതിൽ കാണിച്ച പോലെ തുണിയിൽ എന്നിട്ട് ഞരടി പിഴിച്ച് 2 കണ്ണിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കൂടാനും വളരെയധികം സഹായിക്കും. പിന്നെ ഇത് ആയുസ് വർദ്ധിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല സാധനമാണ്. ഇതും ഒരു 1-2 കട എടുക്കാം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാവുന്നതാണ് ഇതാണ് മുയൽ ചെവി എന്ന് പറയുന്നത്. മോച്ചിമി എന്നൊക്കെ പറയും, മുയൽ ചെവി. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മുയൽ ചെവി എന്ന് പറയാം. അപ്പം ഇതും വളരെയധികം കബളക്കുന്ന സാധനമാണ്. ഇതും എടുക്കുക, ഒരു കട നമുക്ക് എടുത്തിട്ട് അതും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു സാധനമാണ് ഈ നാളികേരത്തിൻ്റെ മച്ചിങ്ങ എന്ന് പറഞ്ഞ മച്ചിങ്ങ എന്താ പറയുന്നത്, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ചെത്തിയെടുക്കുക, അതും എടുക്കുക. പിന്നെ വേണമെങ്കിൽ 2 കറിവേപ്പില ഇടാം. പിന്നെ ഒരു പിടി മുരിങ്ങയുടെ ഇലയും ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു ഇലയിൽ 2 കഷ്ണം പച്ചമഞ്ഞളും ചതച്ചതിൽ ചേർക്കുക. പച്ചമഞ്ഞൾ ചതച്ച് ചേർക്കുക. എന്നിട്ട് ഇത് ഇലയിൽ നന്നായിട്ട് ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ പൊതിക്കുക. നല്ലപോലെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിലിട്ട് ചുടും. ഇന്നിപ്പോൾ അടുപ്പിലിട്ട് ചുടാനായിട്ട് ഗ്യാസിൻ്റെ അതിൽ ഏറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാനുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നല്ലപോലെ ആവി കയറ്റുക. ആവി കയറ്റി കഴിഞ്ഞിട്ട് ആ നീര് പിഴിഞ്ഞെടുക്കുക. നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ 1 സ്പൂൺ തേനും 8 തുള്ളി ചെറുനാരങ്ങ നീരും അതിൽ ചേർക്കുക. എന്നിട്ട് 3 നേരം ഉച്ചയ്ക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുക. പനിക്ക് ഏറ്റവും നല്ല മരുന്ന് പട്ടിണിയാണ്. കട്ടിയുള്ള ഒരു ആഹാരവും കഴിക്കേണ്ട കാര്യമില്ല, ചാവൊന്നുമില്ല. നമ്മൾ ഗ്ലൂക്കോസ് വെച്ചിട്ട് എത്ര ദിവസം കിടക്കുന്നുണ്ട്. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ തുണി നനച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ല, വർഷക്കാലമാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പൊട്ടി കഴിഞ്ഞിട്ട് നല്ല പോലെ മൂടി പൊതിച്ചൊന്ന് കിടന്നുറങ്ങുക. ഒരു നല്ല കമ്പിളിപ്പതിപ്പിട്ടിട്ട് നല്ലോണം മൂടി പൊതിച്ച് കിടന്നുറങ്ങുക. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതേ പോയി പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മഴക്കാലം വന്ന് പനി വരാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം ചെയ്തു തുടങ്ങിക്കോ. അപ്പം മഴക്കാലം നമുക്ക് അടിച്ച് പൊളിക്കുക. നല്ല സന്തോഷത്തോടെ നമുക്ക് ഈ മഴക്കാലം കഴിച്ചു കൂട്ടാം. ഒന്നിനും പേടിക്കണ്ട. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. കാരണം ഇതിലൊന്നും വേറെ ഒരു മായങ്ങളും ഇല്ല. നമ്മുടെ ശരീരത്തിന് കാൽസ്യവും മിനറൽസും എല്ലാ സംഭവങ്ങളുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ കഴിച്ച് നമ്മുടെ മരുന്ന്, നമുക്കുള്ള മരുന്ന്, നമുക്ക് ചുറ്റുന്നുള്ള പ്രകൃതി നിയമം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു കേരളത്തെ പടുത്തുയർത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. ഇത് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കമൻറ്റിലിടുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അതൊരു ഉപയോഗപ്രദമാകുന്നു വിശ്വസിക്കുന്നു. നന്ദി. ഇനി ആൾക്കാർ വിചാരിക്കും പനി വന്നിട്ടുണ്ടെങ്കിൽ അന്നാ കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കണ്ട എന്നല്ലേ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നാളികേരം വെള്ളം കുടിച്ചാലോ എന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും. നാളികേര വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നാളികേരത്തിൻ്റെ അങ്ങനെ തന്നെ കാമ്പും എല്ലാ സംഭവങ്ങളും അടങ്ങിയതാണ് ആ നാളികേരം വെള്ളം. അപ്പോൾ അത് കൂടുതൽ പ്രോട്ടീനും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ട് കാരണമായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നോക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ കേടുവന്ന കലങ്ങളെയൊക്കെ നേരെയാക്കാനും വേസ്റ്റിനെ പുറന്തള്ളാനും പ്രാണശക്തി ശ്രമിക്കും. അതുകൊണ്ടാണ്
പനി വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് വിശപ്പില്ലാത്തതും അപ്പം നമ്മളെന്ത് ചെയ്യും, അയ്യോ എൻ്റെ കുട്ടി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി അച്ചാറ് അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ബ്രെഡ് നനച്ചിട്ട് ചായയിൽ കൊടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കും. ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് സന്തോഷമാകും. ഒരു ദിവസം അവരുടെ ശരീരം ഒന്ന് ക്ലീൻ ആക്കാൻ അവസരം കൊടുത്തല്ലോ എന്ന് ചോദിക്കും. ഒരിക്കലും ഞാൻ വേണ്ടാന്ന് മക്കളെ കഴിക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ കുട്ടികളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനും, എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതുകയും റിസർച്ച് ചെയ്യും. രാത്രി പകലില്ലാണ്ട് കുത്തിരുന്ന് കോളേജിൽ വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിരുന്ന് എഴുതാനും പഠിക്കാനും ഒക്കെ ഈ ജീവിത രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു ടെൻഷനില്ലാണ്ട് എനിക്ക് എൻ്റെ മക്കളെ വളർത്താൻ പറ്റി. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമാക്കി ടെൻഷനില്ലാത്തൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.